ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ് മീനുണിയാമ്പാറ. മീനുണിയാമ്പാറയിലോട്ടുള്ള റൂട്ടാണ് ഇതിപ്പോൾ. വെള്ളക്കയം സിറ്റി ഇത് പോകുന്ന വഴിക്കുള്ളൊരു പ്രധാന പോയിന്റ് ആണത്. പിന്നെ ഇപ്പോൾ ഈ മല കയറി അവിടെ എത്തുമ്പോഴാണ് ഈ മീനുണിയാമ്പാറയുള്ളത്. ഇപ്പോൾ നല്ല വഴിയാണ് ഇങ്ങോട്ട്. തൊടുപുഴയിൽ നിന്ന് വണ്ണപ്പുറത്തെത്തി അവിടെ നിന്ന് മുള്ളരിങ്ങാട് വഴിയാണ് ഈ പ്രദേശത്തോട്ടെത്താൻ കഴിയുക. നമ്മൾ പാറയുടെ മുകളിലോട്ട് കയറാനായിട്ട് ആരംഭിച്ചു. ഇപ്പോൾ നല്ല വെയിൽ തുടങ്ങി. രാവിലെ 8 മണിയായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറി നോക്കാം. ഇടുക്കി ജില്ലയിലെ ഇന്റീരിയർ ആയിട്ടുള്ള അധികമാരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു വ്യൂ പോയിന്റ് കൂടിയാണിത്. ആകാശം മുട്ട ഉയരത്തിലുള്ള പാറ, അതിനുമേലൊരു ഫോറസ്റ്റ്, അത്തരം ഒരു വ്യൂ പോയിന്റ് ആണിത്. ഇതേപോലെ കുത്തനെയുള്ള പാറയിലൂടെ വേണം നമ്മൾ കയറി പോകാനായിട്ട്. ഇപ്പോൾ ഇവിടെ ചെരുപ്പിന് ഗ്രിപ്പ് കുറവായതുകൊണ്ട് ഞാൻ ചെരുപ്പൂരി ആണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നല്ല കുത്തനെയുള്ള കയറ്റമാണ് ഈ പാറ. ഇതൊരു ഒഫീഷ്യലായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് അല്ല, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് എത്തുന്നതിന് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നുമില്ല. വളരെ അപകടം പിടിച്ച പാറകളിലൂടെ മുകളിലോട്ട് കയറിയാലാണ് ഇവിടെ എത്താൻ കഴിയുക. ഈ ഒരു കുത്തനെയുള്ള പാറ കയറിയാണ് നമ്മളിവിടെ എത്തിയത്. ഇനിയും കുറേ കൂടി കയറണം. ഇപ്പോൾ പകുതി ദൂരമേ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ വരുവാണെങ്കിൽ ഇതുപോലെ കുത്തനെയുള്ള പാറ കയറാതെ ചെറിഞ്ഞ സ്ഥലത്തുകൂടി വരികയായിരിക്കും നല്ലത്. ഇന്ന് എന്നോടൊപ്പം എൻ്റെ 2 ക്ലാസ്മേറ്റ്സ് കൂടിയുണ്ട്. ബിനീഷും മഹേഷുമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. എങ്ങനെയായിരുന്നു പകുതി വഴി എത്തിയോളൂ? എങ്ങനെയുണ്ട് യാത്ര, ഇതുവരെയുള്ള യാത്ര? നല്ല രസമാണ്, പക്ഷേ മടുത്തു. നല്ല കയറ്റം, കുത്തനെയുള്ള കയറ്റമായിട്ട് അധികം മടുത്തു. ശ്വാസം കിട്ടുന്നില്ല. നല്ല കാറ്റുമുണ്ട്, പിന്നെ തണുപ്പുണ്ട്. മഴയില്ലാത്തതുകൊണ്ട് കാറ്റിൽ നമുക്ക് കിട്ടുന്ന എനർജി നമുക്ക് മടുപ്പിനെ നമ്മളധികം അവഗണിക്കും. കാരണം വെച്ചാൽ നമുക്ക് വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് കയറ്റം കയറാൻ പറ്റും. കാരണം സാധാരണ നമ്മൾ ചെറിയ കയറ്റുമ്പോൾ ചെറിയ മലയൊക്കെ ട്രക്കിങ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മടുക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു നല്ലൊരു എനർജി കിട്ടുമ്പോൾ നമുക്ക് ആ കയറ്റം കയറാനുള്ള ഉന്മേഷം കൂടുകയാണ്. സൂപ്പർ എക്സൈറ്റിംഗ്. പാറയിലൂടെ കയറുമ്പോൾ ഒരു വശത്ത് ഇതേപോലെ പുല്ലും പാഴിയും ഒക്കെ പിടിച്ച് കിടക്കുകയാണ്. തെന്നലുമുണ്ട്. ഇപ്പം നമ്മളൊരു ടൂറിസ്റ്റ് പോയിന്റിൽ നിന്നാണല്ലോ വരുന്നത്, കോട്ടപ്പാറ. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ ഉള്ളൊരു വ്യത്യാസം എന്താണ്? രണ്ടും പറയാണല്ലോ. രണ്ടും രണ്ട് രീതിയാണ്. ഇവിടെ വളരെ കാം ക്വയറ്റ്, മാത്രമല്ല വളരെ ക്ലീനാണ്. ഒരു വേസ്റ്റും ഒരിടത്തും കാണാനില്ല. അപ്പോൾ അത്രയും പ്രോപ്പറായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ പ്ലസ് പോയിൻ്റാണ്. ഇങ്ങനെ ഒരിടത്തും കാണാറില്ല. വളരെ മനോഹരമായിട്ടുണ്ട്. അതിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക എല്ലായിടത്തും. അപ്പോൾ അത് ആളുകളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് എങ്ങും ഇത്രയും ദൂരം നമ്മൾ നടന്നു, ഒരു സ്ഥലത്തും നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ ഒരു പേപ്പറിൻ്റെ വേസ്റ്റോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള പാറയാണ് നമുക്ക് ഇവിടെ എല്ലായിടത്തും കാണാൻ പറ്റുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നതേ അതിൻ്റെ അകത്ത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വലിയൊരു ഇതുണ്ട്. അവരത്രയും എഫോർട്ട് എടുത്താണ് ഇത്രയും വലിയൊരു ഏരിയ, വൈഡ് ഏരിയയാണ് ഇത്രയും ക്ലീനായിട്ട് വെച്ചു എന്നുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ഒരു കഴിവാണ്. അത് നല്ല മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പാറയുടെ മുകളിലോട്ട് എത്തുകയാണ്. ഇപ്പോൾ വലിയ ഉയരത്തിലുള്ള ഒരു പാറയാണ്. ഇപ്പോൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒരു താഴ്ചയിലാണ്, കുത്തനെയുള്ളൊരു പാറയുടെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ പാറയ്ക്ക് മുകളിലായിട്ടൊരു ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ പാറയുടെ ഏറ്റവും മുകളിലത്തെ ആ നിരപ്പിൽ നമ്മളിപ്പോൾ എത്തി. ഇപ്പോൾ ഇവിടെയൊക്കെ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ മനസ്സിലായത് മറ്റ് ടൂറിസ്റ്റ് സെൻ്ററിലൊക്കെ നമ്മൾ പോയെങ്കിൽ അവിടെയൊക്കെ വളരെ ഡേർട്ടി ആയിരുന്നെങ്കിൽ ഇവിടെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അധികം ടൂറിസ്റ്റുകളൊന്നും നമ്മളൊന്നും കണ്ടില്ല. അപ്പോൾ നമുക്കിതിലെ നടന്നു പോകാം. വളരെ കെയർഫുള്ളായിട്ട് നടക്കേണ്ട ഒരു വഴി കൂടിയാണിത്. മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ തെന്നാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഈ പാറയുടെ 2 വശമാണ് നമ്മൾ കാണുന്നത്. ഇത് വെൺമണി മുള്ളരിങ്ങാട് ഏരിയയാണ്. മറുവശത്താണ് നേര്യമംഗലം പെരിയാറൊക്കെ നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ ഈ വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ പെരിയാറ്, നേര്യമംഗലം പാലമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഇപ്പം ഇതേപോലുള്ള ചെറിയ വെള്ളച്ചാലുകളൊക്കെ ഇവിടെയുണ്ട്. വെള്ളം ഒഴുകുന്ന ചെറിയ ഉറവകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കാടിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കാം. വലിയ ഒരു സിംഗിൾ ആയിട്ടുള്ള പാറയുടെ മുകളിൽ നാച്ചുറലി ഫോം ചെയ്തിരിക്കുന്ന ഒരു ഫോറസ്റ്റ് ആണിത്. അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായ ഒരു കാട് കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഫോറസ്റ്റിൻ്റെ ഉള്ളിലെത്തി. ഇപ്പം ഇവിടെ അധികം ആരും വരാത്തൊരു ഏരിയ ആണിത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നിറയെ മരങ്ങളും വള്ളിക്കാടുകളും ഒക്കെ ചേർന്ന ഒരു പ്രദേശമാണിത്. ഇപ്പോൾ ആരും വരാത്തത് കൊണ്ട് തന്നെ ഇവിടെയൊക്കെ കാട് കയറി കിടക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്ക്? അടിപൊളി ഏരിയ അല്ലേ ഇത്. നമ്മൾ എക്സ്പ്ലോർ ചെയ്തതിൽ ഭയങ്കര നഷ്ടമായിപ്പോയി. ഭയങ്കര സംഭവമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ പാറയിൽ കയറി വന്നു കഴിഞ്ഞപ്പോ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ വേറൊരു അനുഭവമാണ്. കൂളിംഗ് അറ്റ്മോസ്ഫിയർ. വലിയ പാറയുടെ മുകളിൽ ഒരു വലിയ വനം, വളരെ മനോഹരമായിട്ടുണ്ട്. ഇതേപോലെ മനോഹരമായ ധാരാളം പ്രദേശങ്ങൾ ഇടുക്കി ജില്ലയിലെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം. വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നുവെങ്കിൽ ഇതൊരു പ്രധാന ടൂറിസ്റ്റ് പോയിന്റായി മാറുമായിരുന്നു. ഇപ്പോൾ താഴെ കാണുന്ന ഈ പെരിയാറിന് ഇരുവശവും വലിയ ഫോറസ്റ്റാണ്. കാട്ടാനകളൊക്കെ ധാരാളമുള്ള വലിയൊരു ഫോറസ്റ്റിന്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിന് മുകളിലായിട്ടാണ് ഈ പാറയുള്ളതും. ഈ പാറയുടെ എഡ്ജിലൊക്കെ നമ്മൾ ഇതേപോലെ വന്ന് നിൽക്കുന്നത് അപകടകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ എത്തുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇതേ രീതിയിൽ ട്രൈ ചെയ്യരുത്. സഞ്ചാരികളൊന്നും അധികം എത്താത്ത ഒരു പാറ ആയതുകൊണ്ടായിരിക്കാം ഇതുവരെ ഇവിടെ അപകടങ്ങളൊന്നും
റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ മാത്രം എത്താൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ഇപ്പോൾ നമ്മളിവിടുന്ന് കയറി വന്ന സ്ഥലത്ത് നല്ല വെയിലുള്ള കാലാവസ്ഥയായിരുന്നെങ്കിൽ ഇവിടെ വന്നപ്പോഴേക്കും നല്ലൊരു കൂളിംഗ് അറ്റ്മോസ്ഫിയറാണ്, കോൾഡ് വെതറാണ് നമ്മൾ വന്നപ്പോൾ കിട്ടുന്നത്. നല്ല തണുത്തൊരു കാലാവസ്ഥ. ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു വശത്ത് ഇതുപോലെ നല്ലൊരു ഫോറസ്റ്റ് ആണ്. ഈ പാറയുടെ മുകളിലാണ് ഈ ഫോറസ്റ്റ് ഉള്ളത്. ആ ഫോറസ്റ്റിനോട് ചേർന്ന് ഇതേപോലെ വലിയ വിശാലമായ പാറ, അവിടെ നമ്മൾ നിൽക്കുമ്പോഴാണ് താഴേക്കുള്ള ഈ ഒരു വലിയ വ്യൂ നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ നമുക്കിതൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇപ്പോൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പെരിയാർ കാണാം. അപ്പോൾ അത്രയും കുത്തനെയുള്ള ഒരു പാറയുടെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പോയിന്റാണ്. ഇപ്പോൾ ഏറ്റവും ഉയരത്തിലുള്ള ഒരു പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണിത്. യാതൊരു സേഫ്റ്റിക്ക് യാതൊന്നുമില്ല ഇവിടെ. ഇപ്പോൾ നമ്മളതിൻ്റെ എഡ്ജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം, ആ താഴെ കാണുന്ന ആ പുഴയാണ് പെരിയാർ. അപ്പം അത്രയും വെള്ളം ഒഴുകുന്ന വലിയൊരു പുഴയാണത്. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോഴേക്കും ഒരു ചെറിയ ഒരു തോട് പോലെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലിയ ഉയരത്തിലുള്ള മലകളൊക്കെ കാണാം. അതിനൊക്കെ മുകളിലായിട്ടാണ് ഈ ഒരു വലിയ പാറയുള്ളത്. അടിമാലി നേര്യമംഗലം ഏരിയയാണ് നമുക്ക് ഈ മറുവശത്തായി കാണാനായിട്ട് കഴിയുക. ഇതിനുള്ളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു നാച്ചുറൽ ഫോറസ്റ്റിന്റെ ഉള്ളിലെത്തിയ ആ ഒരു അനുഭവം തന്നെയാണ് നമുക്കുണ്ടാവുക. ഇതൊരു വലിയ ഫോറസ്റ്റ് പോലെ നമുക്ക് തോന്നുമെങ്കിലും ഇതിന് ചുറ്റും പാറയാണ്. ആ പാറയുടെ നടുക്കുള്ള കുറച്ച് പ്രദേശത്ത് മാത്രമാണ് ഈ ഒരു ഫോറസ്റ്റ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ഫോറസ്റ്റിന്റെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുക. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ട്രീകളാണ് ധാരാളമായിട്ട് ഇവിടെ ഉള്ളത്. ഈ പാറയുടെ മുകളിലെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ലെങ്കിലും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു പ്ലസന്റ് ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക. താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇതേപോലെ കിലോമീറ്ററുകളോളം അകലെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. പെരിയാറിനൊപ്പം ഇതേപോലുള്ള വലിയ മലനിരകളും നമുക്ക് ഇവിടെ നിന്ന് കാണാം. അവിടെ നിന്നുള്ള നല്ല സുഖകരമായ കാറ്റാണ് ഇവിടെ എപ്പോഴും ഉള്ളത്. ഈ പാറയുടെ മുകളിൽ ഇതേപോലെ ചെറിയ കുളങ്ങളൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. എത്ര വേനക്കും വറ്റാത്ത വെള്ളമാണ് ഇവിടെ എപ്പോഴും ഉള്ളത്. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വന്നപ്പോഴും ഈ ഒരു കുളം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഫോറസ്റ്റിന്റെ ഉള്ളിലോട്ട് നമ്മൾ കടക്കുകയാണെങ്കിൽ വെയിലടിക്കാത്ത രീതിയിൽ മരങ്ങൾ നിറഞ്ഞിരിക്കുന്നു. താഴേക്കൊക്കെ നോക്കുമ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയാണെന്ന് തോന്നുമെങ്കിലും ഇതിനുള്ളിലെത്തുമ്പോൾ നല്ല തണുപ്പുള്ള ഒരു തണലിലെത്തിയ അനുഭവമാണ് നമുക്ക് കിട്ടുന്നത്. ഇത്തവണ ഞാൻ കേരളത്തിലെത്തിയപ്പോൾ പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. നല്ല നാച്ചുറൽ ആയിട്ടുള്ള അധികം ആരും വിസിറ്റ് ചെയ്യാത്ത ഒരു സ്ഥലത്തെത്തിയ അനുഭവമാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ ലഭിച്ചതും. ഇടുക്കി ജില്ലയിലെ പരുന്തുംപാറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നല്ല വ്യൂ പോയിന്റ് ആണ്. നല്ല ഉയരത്തിൽ നിന്നുകൊണ്ട് ദൂരെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുക. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇതേപോലെ ഒരു ഫോറസ്റ്റിന്റെ വ്യൂ കിട്ടുന്ന രീതിയിലുള്ള അതിമനോഹരമായ ഒരു പ്രദേശമാണ് നമ്മളിവിടെ വരുമ്പോൾ കാണാൻ കഴിയുക. കുറച്ചുനാൾ മുൻപ് ഞാൻ ഓസ്ട്രേലിയയിലെ സിഡ്നിക്ക് അടുത്തുള്ള ബ്ലൂ മൗണ്ടനിൽ പോയിരുന്നു. ഇതേപോലെ മനോഹരമായ ഒരു ഫോറസ്റ്റ് ആണ് അവിടെയുള്ളത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം പേര് ഈ ഫോറസ്റ്റ് കാണുന്നതിനായി സിഡ്നിയിലോട്ട് എത്തുന്നു. അതിനേക്കാൾ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ പാറയുടെ മുകളിലെത്തുമ്പോൾ കിട്ടുന്നത്. കേരളത്തിലെ പല ജില്ലകളിലും മനോഹരമായ ധാരാളം സ്ഥലങ്ങൾ ഇതേപോലെയുണ്ട്. അതൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിന്റെ പ്രധാന വരുമാനമായി ടൂറിസം മാറുകയും ചെയ്യും. കേരളത്തിലെ ടൂറിസം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിന് ഒട്ടേറെ കാരണങ്ങളുമുണ്ട്. ഇതൊരു വലിയ പാറയാണെങ്കിലും ഇവിടുത്തെ ഒരു പ്രത്യേകത വെള്ളം എല്ലായിടത്തും തന്നെ നമുക്ക് കാണാം. ഇതൊരു ചെറിയ കിണറാണ്. നല്ല ശുദ്ധജലമാണ് ഇതിനുള്ളിലുള്ളത്. ഇതിനരികിൽ നിന്ന് വെള്ളമെടുക്കാനുള്ള സൗകര്യവുമുണ്ട്. കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഇത്തരം കാഴ്ചകളൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നത്തെ? അമേസിങ്. ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് മലയുടെ മുകളിലൊരു കിണറുണ്ട്. ആ കിണറ്റിൽ നമുക്ക് കൈ കൊണ്ട് കോരിയെടുക്കാൻ പറ്റുന്ന വെള്ളം, ആ വെള്ളത്തിൻ്റെ തണുപ്പും അതിൻ്റെ പ്യൂരിറ്റി, നമ്മളത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അത് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖം നമുക്ക് വേറെ എവിടുന്ന് ഒരു വെള്ളം എടുത്ത് കുടിച്ചാലും കിട്ടത്തില്ല. അത്ര അതിമനോഹരമായ സ്ഥലമാണിത്. എല്ലാവരും വരണം എന്ന് ഞാൻ ആരോടും പറയത്തില്ല. കാരണം വെച്ചാൽ കുറേ റെസ്ട്രിക്ഷൻസും നമുക്ക് സേഫ്റ്റി മെഷേഴ്സും ഒട്ടുമില്ല. അതുകൊണ്ട് എല്ലാവരും വരണം എന്ന് ഒരിക്കലും പറയത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് കാണാൻ കിട്ടിയതും കണ്ണിന് അതിസുന്ദരമായ കുറേ കാഴ്ചകളാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഫ്യൂച്ചറിൽ ഇതൊരു ടൂറിസ്റ്റ് സെന്റർ ആകാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും മനോഹരമായിട്ടൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാണ്ട് പോകുക എന്ന് പറയുന്നത് അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. അത് വേണ്ട മെഷർമെൻറ്റ്സ് എടുത്തുകൊണ്ട് തന്നെ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അത് സർക്കാരിനാണെങ്കിലും വരുമാനമായിരിക്കും, വരുന്ന ടൂറിസ്റ്റുകൾക്കാണെങ്കിലും അതൊരു സന്തോഷകരമായ ഒരു അനുഭവമായിരിക്കും. അപ്പോൾ നമ്മൾ താഴെ നോക്കുമ്പോൾ നല്ലൊരു ചൂടുള്ളൊരു സ്ഥലം പോലെ തോന്നി. മുകളിൽ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അത്? അയ്യോ, മുകളിൽ ശരിക്കും പറഞ്ഞാൽ എ സിയിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. നല്ല പ്രകൃതിയുടെ ഒരു തണുപ്പ് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറൊന്നും തന്നെ. നമുക്കൊരു കാര്യം അടുത്ത കയറി വന്നെങ്കിലും മുകളിൽ ചെന്നപ്പോൾ നമ്മൾ ഫ്രഷായി. നല്ല കാറ്റും നല്ല തണുപ്പും. ശക്തമായ വെയിലുണ്ടെങ്കിലും ആ തണുത്ത കാറ്റ് നമുക്ക് ഒരിക്കലും ക്ഷീണം നൽകിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. നല്ല ഫ്രഷ് എയർ. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു യാത്ര നല്ലതാണ്. നമുക്കൊന്ന് പട്ടണത്തിൽ തിരക്കിൽ നിന്നൊക്കെ മാറി ഒന്ന് റിഫ്രഷ് ചെയ്യാൻ നല്ലതാണ്. എല്ലാവരും പുറത്തേക്ക് വേറെ പല സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഇതുപോലുള്ള ടൂറിസ്റ്റ് സെന്റർ ഒക്കെ അല്ലേ? അതെ അതെ അതെ. അപ്പോൾ തൊടുപുഴയിൽ നിന്നാണല്ലോ അധികം ദൂരമില്ല അങ്ങോട്ട്. അതെ അതെ. നല്ല വഴിയാണ്. നേരത്തെ സ്വന്തം സ്ഥലം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാ ദൂരേക്ക് അത്തരം സ്ഥലങ്ങളിലേക്ക് പോകണം? ആദ്യം നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങൾ കാണുക. എത്ര മനോഹരമായ സ്ഥലങ്ങളാണെന്ന് അറിയാം.
ഇപ്പോൾ നമ്മൾ പകുതി വഴി എത്തി. ഇനിയും കുറേ താഴേക്ക് ഇറങ്ങാനുണ്ട്. ഇതേപോലുള്ള കുത്തനെയുള്ള ഇറക്കത്തിലൂടെയാണ് നമ്മൾ നടന്ന് താഴേക്ക് എത്തേണ്ടത്. പ്രത്യേകമായ വഴിയൊന്നുമില്ല, നമ്മൾ വഴി കണ്ടെത്തി താഴേക്ക് നടക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ പാറയിൽ നിന്ന് തിരികെ ഇറങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ തിരികെ ഇറങ്ങുന്ന കുത്തനെയുള്ള പാറയിലാണ്. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ഇതിന് മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും 2 ഫോറസ്റ്റ് വാച്ചേഴ്സ് നമ്മളെ അന്വേഷിച്ച് അവിടെ വന്നു. കാരണം നമ്മുടെ വണ്ടി താഴെ കിടക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങോട്ട് അലൗഡ് അല്ല എന്നാണ് അവർ പറഞ്ഞത്. ഇങ്ങോട്ട് വരാനായിട്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് ഇങ്ങോട്ടുള്ള വരവ്. ഇനിയിപ്പോൾ ടൂറിസത്തിൻ്റെ പെർമിഷനൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമാണ് സഞ്ചാരികളെ ഇങ്ങോട്ട് അനുവദിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ട്രൈ ചെയ്യരുത്. ഇപ്പോൾ നമ്മളിവിടെ വന്നത് നമ്മളറിയാതെ ഇവിടെ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, സ്ഥലമൊക്കെ കണ്ടിട്ട് നമുക്ക് പോരാനായിട്ട് പറ്റി. പക്ഷേ ഇങ്ങോട്ട് ലീഗലി ഇങ്ങോട്ട് അലൗഡ് അല്ല ഇപ്പോൾ വരുന്നതിന്. ഇനി നമ്മൾ തിരിച്ചുള്ള യാത്രയിലാണ്. പോകുന്ന വഴിക്ക് മറ്റൊരു പ്രധാന വ്യൂ പോയിന്റ് കൂടിയുണ്ട്. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ നല്ലതാണെങ്കിലും ഇതേപോലുള്ള കുത്തനെയുള്ള ഇറക്കങ്ങളും വളവുകളും ഒക്കെയാണ് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സിനാണ് എത്താനായിട്ട് കഴിയുള്ളൂ. നമ്മളിപ്പോൾ മറ്റൊരു വ്യൂ പോയിന്റിലെത്തി. ഇത് തൊടുപുഴയ്ക്ക് അടുത്തുള്ള കോട്ടപ്പാറ മൗണ്ടൻ ആണ്. തൊടുപുഴയിൽ നിന്ന് അരമണിക്കൂർ ഡ്രൈവ് ചെയ്താൽ നമുക്ക് ഇങ്ങോട്ടെത്താം. മണ്ണപ്പുറത്ത് നിന്ന് 2-3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു മൗണ്ടന്റെ മുകളിലോട്ട്. ഇപ്പോൾ നമ്മൾ പോയ മീനുടിയാൻപാറ പോലെയല്ല, ഇവിടെ ധാരാളം സഞ്ചാരികളൊക്കെ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. എപ്പോഴും ധാരാളം പേര് ഇവിടെ ഉണ്ടാകും. ഇവിടെ എല്ലായിടത്തും ഡേർട്ടി ആയിട്ട് നമ്മൾ കാണപ്പെടുന്നത്. ഇതൊക്കെ ശരിയാക്കാൻ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ നമുക്ക്? അല്ല, ഇതിനൊന്നെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അതിനൊരു മുൻകൈ എടുക്കണം, അതല്ലെങ്കിൽ ഫോറസ്റ്റ് അതിന് വേണ്ടി ഒരു നടപടി എടുക്കണം. നമ്മുടെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരള സർക്കാർ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെടുത്തിയോ എങ്ങനെയെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമുള്ളൂ. ഒരു അറേഞ്ച്മെന്റ് അല്ലെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ ഒരു പ്രശ്നമാണിത്. ടൂറിസമായിട്ട് നമ്മൾ അത്ര വലിയ ഇമ്പോർട്ടൻസ് നൽകാത്തതിൻ്റെയോ അല്ലെങ്കിൽ മനുഷ്യജീവന് ഇച്ചോടെ വില കൽപ്പിച്ചാലും ഇച്ചോടെ നല്ല ഭംഗിയായിട്ട് ഇത്ര ആൾക്കാർ വരുന്ന ഒരു ടൂറിസ്റ്റ് ഏരിയ എന്ന രീതിയിലെങ്കിലും അത് അവിടെ കൈകാര്യം ചെയ്തേനെ. എന്തോ ഇനി ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് വാർത്ത. അപകടം വരുമ്പോൾ ഒരു വാർത്ത, അതിന്റെ കുറച്ച് ചർച്ച, അത് തീർന്നു പോകും നമ്മുടെ ഈ എല്ലാ കാര്യങ്ങളും. ഇച്ചിടെ അതായത് കൺസേൺ ഡിപ്പാർട്ട്മെന്റ് ഇച്ചിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അല്ല, അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ നമ്മൾ വരുന്നു എന്നുള്ളതല്ല. ഇപ്പം പുറത്തുനിന്നുള്ള കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള ഒരാൾ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ മാറുന്നൊരു രീതിയാണ് പൊതുവേ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കാണപ്പെടുന്നത്. ഏത് ടൂറിസ്റ്റ് കേന്ദ്രം, ഇവിടെ നിന്നല്ല, കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ചെന്നാലും ഇതേപോലെയൊക്കെയാണ് കാണാൻ കഴിയുക. അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നു. മാറ്റിയെടുക്കേണ്ടതുണ്ട്. ചെറുപ്പത്തിലേ തുടങ്ങണം. പിള്ളേർക്ക് പ്രോപ്പറായ ഒരു എഡ്യൂക്കേഷൻ നൽകിയാൽ തന്നെ അത് കുറേയൊക്കെ മാറും. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ? അടിപൊളിയാണ്. പക്ഷെ ഇവിടെ ഫെസിലിറ്റീസ് ഒന്നും വളരെ മോശമാണ്. കാരണം എല്ലാം ഭയങ്കര ഡേർട്ടി ആയിട്ട് കിടക്കുന്നു. ഇവിടെ ഒരു സെക്യൂരിറ്റി ഫീച്ചർ ഇല്ല, ഒരു സംഭവങ്ങളും ഇല്ല. കാരണം ഇവിടെയൊക്കെ ഭയങ്കര ഡെപ്ത് ആണ് താഴോട്ടൊക്കെ. പക്ഷെ ആ ഡെപ്തിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ വേറെ നീങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ആരും നമുക്കൊരു സേഫ്റ്റി ഗാർഡോ അങ്ങനെ ഒന്നുമില്ല ഇവിടെ. അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം ഇനിയെങ്കിലും ഇവിടുത്തെ ഗവൺമെന്റോ അല്ലെങ്കിൽ ഇത് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള സഹായം ചെയ്യുവാണെങ്കിൽ വളരെ വളരെ അതിമനോഹരമായ സ്ഥലമാണിത്. അതിനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മളിവിടെ വരാനുള്ളൊരു കാരണം? നിങ്ങൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഒരു വ്യൂ എന്തൊക്കെയാണ് ഇവിടെ നമുക്കുള്ളത്? കാരണം ഇവിടെ രാവിലെ നല്ല മഞ്ഞുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നല്ല പുതപ്പ് അട്ടിയിട്ട പോലെ കാണാൻ പറ്റുന്ന മഞ്ഞുകളാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര വ്യൂ ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇന്ന് മഞ്ഞ് കുറവാണ്. മഞ്ഞുള്ള സമയത്ത് വരുവാണെങ്കിൽ നല്ല അതിമനോഹരമായ സ്ഥലമാണിത് ഇവിടുന്ന് കാണാൻ. കാരണം അതിചെങ്കുത്തായ നല്ല ഡെപ്തുള്ള സ്ഥലം, അതാണ് ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നല്ലൊരു കാറ്റ്, നല്ല തണുവ്, വളരെ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയും ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാറുണ്ട് ഒത്തിരി. കാരണം ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ. നല്ല മനോഹരമായ കാഴ്ചകളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് വളരെ മോശമാണ്. നമ്മൾ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് വളരെ മോശം ഒരു അവസ്ഥയിലാണ് ഈ സാഹചര്യം, സ്ഥലമൊക്കെ കിടക്കുന്നത്. വളരെ ഡേർട്ടിയാണ്. തന്നെയല്ല, ഈ പറഞ്ഞ പോലെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടില്ല. കൂടുതലും പിള്ളേരും യുവാക്കളൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ട് അപകടങ്ങളിൽ പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ കരുതി വേണം നമ്മൾ വരാൻ പോകുന്നത്. നല്ല മനോഹരമായ സ്ഥലം, മഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ അതിമനോഹരമായിരുന്നു. ഇനി തിരികെയുള്ള യാത്രയാണ്. അപ്പോൾ മറ്റൊരു പുതിയ സ്ഥലം പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.